അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ കെ.പി.സി.സി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ, രജിത പുളിക്കൽ എന്നിവർക്ക് ഉപാധികളോടെ ജാമ്യം. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായുണ്ട്. ഷഫീദ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിട്ടുള്ള പെൺകുട്ടിയെ അതിജീവിതയെ അപമാനിച്ച കേസിലായിരുന്നു ഈ സന്ദീപ് വാര്യർ അതേപോലെ രജിത പുളിക്കൽ അടക്കമുള്ള ആളുകൾക്കെതിരെ കേസെടുത്തിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വർ അറസ്റ്റിലാവുകയും ദിവസങ്ങളോളം അദ്ദേഹം റിമാൻഡിലടക്കം കഴിയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ ഈ തുടർ നടപടികൾ, പോലീസിൽ തുടർ നടപടികൾ മന്ദഗതിയിലാണെങ്കിലും സന്ദീപ് വാര്യരും രജിത പുളിക്കൽ അടക്കമുള്ളവർ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി എത്തുകയായിരുന്നു. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേട്ട ശേഷമാണ് ഇപ്പോൾ ഉപാധികളോടുകൂടി ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ ഈ പ്രതിഭാഗത്തിന്റെ, അതായത് സന്ദീപ് വാര്യരുടെ അടക്കം ഇക്കാര്യത്തിലെ വാദം ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലേക്ക് ഒരു കാര്യവും പങ്കുവച്ചിട്ടില്ല. മാത്രവുമല്ല, മറ്റുള്ളവർ തന്റെ സമൂഹ മാധ്യമത്തിൽ നടത്തിയ ഇടപെടലാണ് ഇതിന്റെ കാര്യം എന്നുള്ളതായിരുന്നു പറഞ്ഞത്. രഞ്ജിത പുളിക്കലാകട്ടെ നേരിട്ട് ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ള വാദവും ഉന്നയിച്ചിരുന്നു. പ്രോസിക്യൂഷൻ ഇവരുടെ മുൻകൂർ ജാമ്യത്തെ ശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ കർശനമായിട്ടുള്ള ഉപാധികളോടുകൂടിയാണ് സന്ദീപ് വാര്യർക്കും രജിത പുളിക്കലിനും മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ പെൺകുട്ടിക്കെതിരെ ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് നിയമവിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യരുത്. മാത്രമല്ല, അന്വേഷണവുമായി സഹകരിക്കണം, അന്വേഷണ ഉദ്യോഗസ്ഥർ ഹാജരാകാൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ മുൻകൂർ ജാമ്യം അനുവദിച്ച് അല്ലെങ്കിൽ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവിൽ ഉപാധികളായി പറയുന്നുണ്ട്. GK. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.